സുഡാനിൽ അറുതിയില്ലാതെ അരുംകൊലകൾ തുടരുന്നു. സുഡാനിലെ ആർമഡ് ഫോഴ്സും അർദ്ധസൈനിക സംഘടനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷത്തിലേറെയായി. യുദ്ധത്തിന്റെ മറവിൽ സുഡാനിലെ കൂട്ടക്കുരുതികൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സുഡാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണങ്ങളുടെ ഉത്തരവാദികൾ റാപ്പിഡ് ഫോഴ്സ് ആണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിരായുധരായ സാധാരണക്കാരെയാണ് വെടിവെച്ച് കൊല്ലുന്നതെന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഒക്ടോബറിൽ ഗസിറ സംസ്ഥാനത്തെ അൽസരിയയിൽ ആക്രമണം നടന്നിരുന്നു. അതിൽ 80 പേരെങ്കിലും മരിച്ചതായാണ് BBC സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മരണസംഖ്യ 120-നും മുകളിലാണ്. ഗസറയിലെ ഒരു സീനിയർ RSF കമാൻഡറായ അബു കെയ്ക്കലയും അയാളുടെ സഹപ്രവർത്തകരും കഴിഞ്ഞ ഒക്ടോബർ 20-ന് രാജ്യത്തിന്റെ സായുധ സേനയിലേക്ക് കൂറുമാറിയിരുന്നു. ഇതേ തുടർന്നാണ് കൂട്ടക്കൊലകൾ അരങ്ങേറിയതെന്നാണ് ഇപ്പോൾ പരക്കുന്ന അഭ്യൂഹം. എന്നാൽ RSF വക്താക്കൾ ഈ ആരോപണങ്ങളെ നിഷേധിച്ചു. എന്നാൽ ഒരു വർഷമായി ഇവർ രാജ്യത്ത് ചെയ്തു വരുന്ന ആക്രമണങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ആരോപണങ്ങളെ അവിശ്വസിക്കാൻ കഴിയില്ല. കൂറുമാറിയ സീനിയർ ഉദ്യോഗസ്ഥനായ കെയ്ഗൽ യുദ്ധത്തിന് മുമ്പ് സുഡാനി സൈന്യത്തിലായിരുന്നു സേവനമനുഷ്ഠിച്ചിരുന്നത്. ആ സൈന്യത്തിലേക്ക് വീണ്ടും മടങ്ങാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം RSFനെതിരെയുള്ള പ്രധാന പ്രചാരണ ആയുധമായി മാറുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ സേനയിൽ നിന്നും കെയ്ഗലും സഹപ്രവർത്തകരും മറുകണ്ഠം ചാടിയാലുണ്ടാകുന്ന നാണക്കേട് ഭയന്ന RSF പൊതുമാപ്പിനുള്ള ഓഫറുമായി അവർക്ക് മുന്നിൽ എത്തിയിരുന്നു. കൂറുമാറ്റത്തിന് പിന്നാലെയാണ് RSS പോരാളികൾ ഒക്ടോബർ 20-നും നവംബർ 4-നും ഇടയിലായി ഗസറയിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 69ഓളം ആക്രമണങ്ങളാണ് RSF നടത്തിയത്. യുദ്ധനിരീക്ഷണ സംഘടനയായ ആർമഡ് കോൺഫ്ലിക്റ്റ് ലൊക്കേഷൻ ആൻഡ് ഈവന്റ് ഡേറ്റ ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ഒക്ടോബർ 25 സുഡാനിലെ തലസ്ഥാനമായ ഹാർത്തൂമിലുള്ള സരിയയുടെ പ്രാന്തപ്രദേശത്ത് പോരാളികൾ ശക്തമായ വെടിവെപ്പ് നടത്തിയിരുന്നു. 15,000-ഓളം ആളുകളാണ് അവിടെ താമസിച്ചിരുന്നത്. പലരും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും അവരെയും വളഞ്ഞിട്ട് വെടിവെച്ചു. RSF ചിഹ്നങ്ങളുള്ള യൂണിഫോം ധരിച്ച സൈനികർ പട്ടണത്തിന് നേരെയുള്ള ആക്രമണവും നാട്ടുകാരെ കൊലപ്പെടുത്തിയതും ആഘോഷിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അക്രമകാരികൾ ജനങ്ങളെ നിഷ്ക്രൂരമായി കൊല്ലുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ തന്നെയാണ് ഇത് പകർത്തിയത്. ജനങ്ങളെ കൊന്നുതള്ളുന്നതിൽ തീരുന്നതല്ല RSFന്റെ ക്രൂരത. ജീവന് വേണ്ടി കഴിയുന്നവരെ തടഞ്ഞുവെച്ച് മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന രീതിയാണ് അവർ പിന്തുടരുന്നത്. പ്രായമായവരെ പോലും അവർ വെറുതെ വിടുന്നില്ല. പലരും ഫോഴ്സ് ആവശ്യപ്പെടുന്ന മോചനദ്രവ്യം നൽകാനും തയ്യാറാകുന്നുണ്ട്. സുഡാനിലെ സായുധ മേധാവിയായ അബ്ദുൽ ഹത്ത അൽ ബുർഹാനും സുഡാൻ അർദ്ധസൈനിക സംഘടനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് മേധാവി മുഹമ്മദ് ഹംദാൻ ദഗാലയും തമ്മിലുണ്ടായ അധികാര തർക്കമാണ് സുഡാനിലെ കൂട്ടക്കുരുതികൾക്ക് കാരണമായി മാറിയത്. സുഡാനിലെ അരുംകൊലയുടെ കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സുഡാനിലൂടെ കടന്നുപോകുന്ന സാറ്റലൈറ്റുകളിൽ സുഡാനിലെ പ്രാന്തപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും മൺകൂനകളാണ് ദൃശ്യമാകുന്നത്. ഇത് സുഡാനിലെ അതിഗുരുതരമായ സ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത്.